ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുമേഷ് ബാലകൃഷ്ണൻ. ഇന്ന് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി മെയിൻ്റനൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ലെഡ് ആസിഡ് ബാറ്ററി സ്റ്റോറേജിന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന ബാറ്ററിയാണ്. ലെഡ് ആസിഡ് ബാറ്ററിയുടെ മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത് ലെഡും ആസിഡും തന്നെയാണ്. ലെഡ് ഓക്സൈഡ്, സൾഫ്യൂറിക് ആസിഡ്, ഇത് മൂന്നുമാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് വരുന്നത്. നമുക്ക് H2SO4 സൾഫ്യൂറിക് ആസിഡാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഈ സൾഫ്യൂറിക് ആസിഡ് ഡൈല്യൂട്ടഡ് വേർഷൻ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്നത്. സൾഫ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത് വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് നമ്മളത് ഡൈല്യൂട്ട് ചെയ്യുന്നത്, സൾഫ്യൂറിക് ആസിഡ് എപ്പോഴും ഡൈല്യൂട്ട് ചെയ്യുന്നത് വെള്ളത്തിലേക്ക് സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ചാണ് ഡൈല്യൂട്ട് ചെയ്യുന്നത്. വെള്ളത്തിലേക്ക് സൾഫ്യൂറിക് ആസിഡ് ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത സൾഫ്യൂറിക് ആസിഡ് ഏകദേശം 1.20 റേഞ്ചിലുള്ള ഡൈല്യൂട്ട് ചെയ്ത ആസിഡായിരുന്നു ബാറ്ററിക്കകത്ത് യൂസ് ചെയ്യുന്നത്. അത് ചാർജ് ചെയ്ത് ഏകദേശം 1.50 റേഞ്ചിലേക്ക് ഇതിനെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആസിഡ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇത് മുട്ടിക്കഴിഞ്ഞാൽ ഡ്രസ്സ് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചാർജിങ് സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. പിന്നീട് ഇതിന് സൾഫ്യൂറിക് ആസിഡ് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാറ്ററി മെയിൻ്റനൻസിന് വേണ്ടി നമ്മൾ ഡീമിനറലൈസ് വാട്ടർ, അതായത് മെറ്റൽ കണ്ടൻറ്റ് ഒന്നുമില്ലാത്ത വെള്ളം ആണ് ഇതിൻ്റെ അകത്ത് ഒഴിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ആ ബാറ്ററി വാട്ടർ ആവശ്യത്തിന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഇതിൻ്റെ മെയിൻ്റനൻസ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ടെർമിനൽസ് ക്ലീൻ ചെയ്ത് കൊടുക്കുക, അവിടെ ജെല്ലി അപ്ലൈ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ മെയിൻ്റനൻസിന് ആവശ്യമുള്ളൂ. നമുക്കിന്ന് ഒരു ബാറ്ററി മെയിൻ്റനൻസ് നോക്കാം. ഇത് എക്സൈഡിൻ്റെ ഒരു ബാറ്ററിയാണ്. എക്സൈഡ് ഇൻവാറെഡ് എന്ന് പറയുന്ന ബാറ്ററി, ട്യൂബുലർ ബാറ്ററിയാണ്. ഇതിൻ്റെ ലോഗോ കണ്ടാൽ അറിയാം. എക്സൈഡ് ഇൻഡസ്ട്രിയൽ ഡിവിഷൻ ഇറക്കുന്ന ബാറ്ററിയാണ് ഇത്. എക്സൈഡിന് തന്നെ 2 ഡിവിഷനുണ്ട്, ഇൻഡസ്ട്രിയൽ ഡിവിഷനും ഓട്ടോമോട്ടീവ് ഡിവിഷനും. ഇത് ഇൻഡസ്ട്രിയൽ ഡിവിഷൻ ഇറക്കുന്ന ബാറ്ററിയാണ്. ഇൻവാറെഡ് 36 മാസം വാറണ്ടിയുള്ള ബാറ്ററിയാണ്. 350+ എന്നാണ് ഇതിൻ്റെ മോഡൽ നെയിം. C20 100Ah ബാറ്ററിയാണ്. C20 100Ah 20 hours കൊണ്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് ഇതിന് 100Ah കപ്പാസിറ്റി നമുക്ക് ലഭിക്കുക. അതാണ് C20 100Ah എന്ന് പറയുന്നത്. ഈ ബാറ്ററിയുടെ മെയിൻ്റനൻസ് നമുക്കറിയാം. ഫ്ലോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഫ്ലോട്ടുകളെല്ലാം തന്നെ ഇപ്പോൾ താഴേക്ക് പോയ ഒരു ലെവലിലാണ്. നമ്മളെല്ലാവരും തന്നെ വീടിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കോ ഏതെങ്കിലും താഴ്ന്ന സ്ഥലത്തോ ഒതുങ്ങിയ സ്ഥലത്തോ ഒക്കെ ആയിരിക്കും ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ശ്രദ്ധ വളരെ കുറഞ്ഞു പോകാറുണ്ട്. ഇതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി നമ്മളെപ്പോഴും ബാറ്ററിയുടെ വാട്ടർ ലെവൽ നോക്കി പോകേണ്ടത് അത്യാവശ്യമാണ്. ബാറ്ററി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പോളിപ്രൊപ്പലൈനാണ് ഇതിൻ്റെ കണ്ടെയ്നർ വരുന്നത്. ഈ പോളിപ്രൊപ്പലൈൻ കണ്ടെയ്നറിൽ നമുക്ക് ഫ്ലോട്ടുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ ബാറ്ററിക്ക് ഫ്ലോട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബാറ്ററി വാട്ടർ നമുക്ക് ഒഴിക്കാൻ പറ്റും. ചില മോഡലുകളിൽ അങ്ങനെയല്ല. ഇപ്പോൾ വരുന്ന പല മോഡലുകളിലും ഇങ്ങനെയില്ല. ഈ ഫ്ലോട്ട് ഊരിയതിന് ശേഷം അതിലെ തന്നെ വെള്ളം ഒഴിക്കേണ്ട സിറ്റുവേഷനാണ്. ഇതിൽ നമുക്ക് ഈ ഫ്ലോട്ട് നിർത്തിക്കൊണ്ട് തന്നെ ബാറ്ററി വാട്ടർ ഒഴിക്കാൻ പറ്റും. ബാറ്ററി വാട്ടർ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് മെറ്റലായിട്ടുള്ള പാത്രങ്ങളൊന്നും ഉപയോഗിക്കരുത്. കഴിവതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുക. ക്ലീൻ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുക. ഡീമിനറലൈസ് വാട്ടർ, DM വാട്ടർ, അത് നമുക്ക് എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. എല്ലാ പെട്രോൾ ബങ്കുകളിലും അവൈലബിൾ ആയിരിക്കും. ഈ ബാറ്ററി വാട്ടർ എന്ന് തന്നെ പറഞ്ഞ് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തന്നെ ഉപയോഗിക്കുക. ഇത് കോയിൻ യൂസ് ചെയ്ത് നമുക്കിത് അഴിച്ചെടുക്കാവുന്നതാണ്. നോർമലി സാധാ ടൈപ്പ് ബാറ്ററിയിലാണെങ്കിൽ ഈ ഫ്ലോട്ട് തിരിച്ചതെടുത്തിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നമുക്ക് കോയിൻ യൂസ് ചെയ്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ബാറ്ററിക്ക് അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് കാണാവുന്നതാണ്. ഈ പ്ലേറ്റിന് മുകളിൽ എപ്പോഴും ബാറ്ററി വാട്ടർ നിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. സോ ഈ ബാറ്ററിക്കകത്തേക്ക് സൂക്ഷിച്ച് നോക്കുക, അല്ലെങ്കിൽ ടോർച്ച് അടിച്ചെന്ന് നോക്കുക. ബാറ്ററി പ്ലേറ്റിന് മുകളിലായിട്ട് ബാറ്ററി വാട്ടർ ഉണ്ടെന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. ചില സമയങ്ങളിൽ ഈ ഫ്ലോട്ട് പ്രോംപ്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അത് വർഷങ്ങളായിട്ട് ഇരുന്ന് പൊടി പിടിച്ച് അനങ്ങാതെ ഇരുന്ന് പോവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നോക്കുക.
ബാറ്ററി DM വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ബാറ്ററി ടെർമിനൽസ് ക്ലീൻ ചെയ്യുക, വയർ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൽ ജെല്ലി അപ്ലൈ ചെയ്യുക. ആ 2 കാര്യങ്ങൾ മെയിൻ്റനൻസ് പ്രോംപ്റ്റായിട്ട് ചെയ്തു പോകേണ്ടതാണ് എവരി 3 months. അതുപോലെ തന്നെ കമ്പനി പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ലെഡ് ആസിഡ് ബാറ്ററികൾക്ക് ലൈഫ് കിട്ടാൻ. ലെഡ് ആസിഡ് ബാറ്ററി 3 വർഷം ലൈഫ് പറഞ്ഞാണ്, നമ്മൾ 3 വർഷം വാറണ്ടിയിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അറൗണ്ട് 10 years ആണ്. പക്ഷേ ഇന്ന് വീടുകളിൽ ഉപയോഗിക്കുന്നവർ ആരും തന്നെ ഇത് മെയിൻ്റനൻസ് പ്രോംപ്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് 6 years ഒക്കെ മാക്സിമം ഇപ്പം മാർക്കറ്റ് ലൈഫ് ലഭിക്കുന്നുള്ളൂ. ഇതൊരു 10 years ലൈഫ് കിട്ടുന്ന ബാറ്ററിയാണ്. അങ്ങനെയുള്ള ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറ്ററി എവരി ഇയർ നമ്മൾ ഇൻവെർട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കോൺസ്റ്റൻറ്റ് ചാർജർ യൂസ് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്ത് വീണ്ടും കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ചെയ്തു പോയെങ്കിൽ മാത്രമേ ബാറ്ററിക്ക് ലൈഫ് കിട്ടത്തുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാ ബാറ്ററി മാനുഫാക്ചേഴ്സും ആ ബാറ്ററി കാർട്ടൺ ബോക്സിൽ ബാറ്ററിയുടെ വാറണ്ടി കാർഡിൽ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കുന്ന കാര്യമാണ്. അതിൽ ബാറ്ററി ഇൻവെർട്ടറിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് കോൺസ്റ്റൻറ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യണം. അത് എവരി ഇയർ ചെയ്യേണ്ടതാണ്. അത് ബാറ്ററി സർവീസ് പേഴ്സണിനെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് പേഴ്സൺസിനെ കൊണ്ട് ചെയ്യിക്കാം. അത് വാറണ്ടിയിൽ ഇൻക്ലൂഡഡ് അല്ല താനും. ഇതാണ് ബാറ്ററി ജെല്ലി. ഇത് ഇമ്പോർട്ടഡ് ബാറ്ററി ജെല്ലിയാണ്. ഇത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ട്യൂബ്ലെർ ബാറ്ററി മെയിൻ്റനൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ബാറ്ററി വാറണ്ടി 3 years ആണ്. അതുമാത്രം നമുക്ക് ഉപയോഗിച്ചാൽ പോരാ, അതിനുശേഷവും നമ്മളുടെ ബാറ്ററി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും ഇതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. സുമേഷ് ബാലകൃഷ്ണൻ സൈനിങ് ഓഫ്.